എവ്രിവൺ വെൽക്കം ടു AZB അക്കാഡമി. നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന ഒരു ഏരിയ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 2023 ഡെഫിനിഷൻസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. സിലബസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതുവരെ നമ്മൾ 2+3, 2+4, 2+8, 2+13, 2+14 വരെ എത്തി. ഈ 2+28 തന്നിരിക്കുന്ന സിലബസിലെ ഏറ്റവും വലിയ ഒരു ഏരിയ ആണിത്. കൺഫ്യൂഷൻ വരാനും തെറ്റ് വരാനും ഒക്കെ ഒരുപാട് സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പൊ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ 2+33 ചൈൽഡ് കവർ ചെയ്തു കുട്ടി, 2+4 കൗണ്ടർഫീറ്റ് കപടാനുകരണം, 2+8 രേഖ ഡോക്യുമെന്റ്, 2+13 ഹാവർ സംശ്രയം, 2+14 ഇഞ്ചുറി ക്ഷതി. ഇനി പബ്ലിക് സെർവന്റ് എന്നൊരു വാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. 3+5. സോ നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് സെക്ഷൻ 2 ആണ് നമ്മൾ നോക്കുന്നത്. ഏതാണ്? സെക്ഷൻ 2. നമ്മൾ നോക്കുന്നത് സെക്ഷൻ 2 ആണ്. സെക്ഷൻ 2ൽ ഏതാണ്? നിർവചനങ്ങൾ. ഏതാണ്? നിർവചനങ്ങൾ. ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നിർവചനങ്ങളിൽ ഇതാണ് ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോ എന്താണ് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. 2+8 പറയുമ്പോൾ പബ്ലിക് സെർവന്റ് ആണ്. ആരാണ്, എന്താണ് പബ്ലിക് സെർവന്റ്? കരസേന, നാവികസേന, വ്യോമസേനയിലെ ഏതെങ്കിലും ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്നത് പബ്ലിക് സെർവന്റ് എന്നാണ്. കര, നാവിക, വ്യോമ സേനയിൽ ഒരു ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ വിളിക്കുന്നത് പബ്ലിക് സെർവന്റ് എന്നാണ്. കൂടാതെ ഏതെങ്കിലും രീതിയിൽ ന്യായനിർണയം ചെയ്യുകയാണ്, അല്ലെ, ജഡ്ജി, ഇതുപോലുള്ളവർ ആരായിരിക്കും? പബ്ലിക് സെർവന്റ് ആയിരിക്കും. അതല്ല, നിയമപരമായി വരുന്ന ഒരു വിഷയത്തെക്കുറിച്ചോ വസ്തുതപരമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്യുക, റിപ്പോർട്ട് സമർപ്പിക്കുക, രേഖകൾ ഉണ്ടാക്കുക, അല്ലെ, കോടതിയുടെ കാര്യങ്ങൾ നോക്കുക, ജുഡീഷ്യലായ കാര്യങ്ങൾ നോക്കുക, ഇങ്ങനെയൊക്കെ വരുന്നത്, അല്ലെ, അല്ലെങ്കിൽ ദ്വിഭാഷിയായിട്ട് സംഭാഷണങ്ങളിൽ ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും. ഇവരെല്ലാം ലിക്വിഡേറ്റർ, റിസീവർ, കമ്മീഷണർ, ഇവരെല്ലാം പബ്ലിക് സെർവന്റ് ആയിരിക്കുമെന്ന് 2+28 പറയുന്നു. ഇനി കോടതിക്ക് ഒരാൾ സഹായം നൽകിയാൽ അതൊരു പബ്ലിക് സെർവന്റ് ആണ്, അല്ലെ. അല്ലെങ്കിൽ ഒരു സഹായം നൽകുന്ന പഞ്ചായത്തിൽ ഒരു അംഗമാണ്, അസസർ, പഞ്ചായത്ത് അംഗമാണെങ്കിലും പബ്ലിക് സെർവന്റ് ആണ്, അല്ലെ. മാത്രമല്ല, ഈ മധ്യസ്ഥനായിട്ട് മീഡിയേറ്റർ, ആർബിട്രേറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുന്നതും പബ്ലിക് സെർവന്റ് ആണ്. മാത്രമല്ല, ഒരു ഉദ്യോഗം, ഒരു ജോലിയുണ്ട്, അല്ലെ, തടങ്കലിൽ വെക്കുവാന് ജോലിയുടെ ഭാഗമായി പോലീസ്, ജയില്, തടങ്കലിന്റെ ഭാഗമാക്കാനും അധികാരമുണ്ട്. അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവരും പബ്ലിക് സെർവന്റ് ആണ് എന്നാണ് നിയമം പറയുന്നത്. അവരാരാണ്? അവരും പബ്ലിക് സെർവന്റ് എന്നാണ് നിയമം പറയുന്നത്. മാത്രമല്ല, ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കുറ്റങ്ങൾ തടയുകയാണ്, കുറ്റങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ നൽകുകയാണ്, അല്ലെ, കുറ്റങ്ങളെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന ഇതൊക്കെ ഒരാളാണ് എങ്കിൽ അവരും പബ്ലിക് സെർവന്റ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഗവൺമെന്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാണ്, സ്വീകരിക്കുകയോ വാങ്ങുകയോ, അല്ലെ, റവന്യൂ പ്രോസസ്സിംഗ് ഇല്ലേ, അതുപോലത്തെ കാര്യങ്ങളും ചെയ്യുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാരാണ്? അവരും പബ്ലിക് സെർവന്റ് എന്നാണ് അവരെയും വിളിക്കുന്നത് 2+28 പ്രകാരം, അല്ലെ. അല്ലെങ്കിൽ ഒരു പട്ടണം, ഗ്രാമം, ജില്ലയുടെ പൊതു ആവശ്യത്തിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും വസ്തു എടുക്കുകയോ സ്വീകരിക്കുകയോ സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യാൽ, വ്യയം നടത്തുകയോ എന്തെങ്കിലും ചെയ്താൽ, സർവേ നടത്തിയാൽ, ഇങ്ങനെയുള്ളവർ, അല്ലെ, അതിനുവേണ്ടി നികുതി ചുമത്തിയാൽ അവരെയും പബ്ലിക് സെർവന്റ് എന്നാണ് വിളിക്കുന്നത്, അല്ലെ. ഇനി ഏതാണ് ജോലി? ഉദ്യോഗം വഹിക്കുകയാണ്, അല്ലെ. തിരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കൽ, പ്രസിദ്ധപ്പെടുത്തലും ഒക്കെയാണ്. തിരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കൽ, പ്രസിദ്ധപ്പെടുത്തൽ, തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഒരാൾ ചെയ്യുന്നെങ്കിൽ അവരും പബ്ലിക് സെർവന്റ് ആണ്. അല്ലെ. ഇനി കെയിലേക്ക് വരുമ്പോൾ ഏതൊരു വ്യക്തി, അല്ലെ, ഗവൺമെന്റിന്റെ സർവീസിലോ ശമ്പളത്തിലോ ഇരിക്കുകയോ, അല്ലെ, ഗവൺമെന്റ് സേവനത്തിലുണ്ട്, ശമ്പളം വാങ്ങുകയാണ്, കൈപ്പറ്റുന്നുണ്ട്, അല്ലെ, അല്ലെങ്കിൽ ഒരു പൊതു കാര്യം നടപ്പിലാക്കുകയാണ്, ഫീസോ കമ്മീഷനോ ഒക്കെ ഗവൺമെന്റിന് ലഭിക്കും ഒരു വ്യക്തിക്ക്, അയാളും പബ്ലിക് സെർവന്റ് ആണ്, അല്ലെ. അടുത്ത് 1897 ഒരു നിയമമുണ്ട്. അതിന്റെ പേരാണ് ജനറൽ ക്ലോസ് ആക്ട്. ഇതാണ് ജനറൽ ക്ലോസ് ആക്ട്.
ഈ നിയമപ്രകാരം ഒരു തദ്ദേശ അധികാര സ്ഥാപനത്തിന്റെ കേന്ദ്ര ആക്ട് മുഖേന സ്ഥാപിക്കപ്പെട്ട ഒരു അംഗമാണ്. അങ്ങനെയുള്ളവർ എന്താണ് സർവീസിലോ ശമ്പളത്തിലോ ഇരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും അങ്ങനെയുള്ള ഒരു വ്യക്തി എന്താണ് പബ്ലിക് സെർവന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ ഇനി ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോവുകയാണ്. അതായത് ഈ പറഞ്ഞില്ലേ നമ്മൾ ഈ വിശദീകരിച്ചെടുത്തില്ലേ, ഇതിന്റെ കീഴിൽ ഈ വിവരണങ്ങൾക്ക് കീഴിൽ വരുന്ന വ്യക്തികൾ സർക്കാർ നിയമിച്ചാലും ഇല്ലെങ്കിലും അവർ ഈ വിഷയത്തിന്റെ കീഴിൽ സർക്കാർ നിയമിക്കണമെന്നില്ല. പൊതുസേവനം എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥനല്ല, അല്ലെ? അവരാണ്. മാത്രമല്ല ഒരു പൊതുസേവകനാണ് ഒരാൾ, അല്ലെ? അപ്പോ ഈ പറയുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് മറ്റെന്തെങ്കിലും നിയമപരമായ അപാകതയുണ്ടെങ്കിലും അത് പൊതുപ്രവർത്തകൻ എന്ന സ്ഥാനത്ത് ഇത് മാറുന്നില്ല. ഇനി തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിയമസഭയിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമനിർമ്മാണ സഭ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കോ മുനിസിപ്പൽ പൊതു അധികാരികൾ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതൊക്കെയാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ക്ലോസ് നമ്മളൊന്ന് വ്യാഖ്യാനത്തിലേക്ക് പോവാണ്. സർക്കാർ ജീവനക്കാർ അതിൽ വരും, ക്ലർക്ക് ഓഫീസർമാർ വരും, ജഡ്ജിമാർ, മജിസ്ട്രേറ്റുമാർ, സിറ്റിംഗ് ജഡ്ജിമാരൊക്കെ ഇതിൽ വരും. കോടതിയിലെ ഉദ്യോഗസ്ഥരുണ്ട്, രജിസ്ട്രാർമാർ, ജുഡീഷ്യറി പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവർ, അവരെല്ലാം ഇതിൽ വരാറുണ്ട്. കൂടാതെ ആംഡ് ഫോഴ്സസ് നമ്മൾ പറഞ്ഞു, ആർമി, നേവി, എയർഫോഴ്സിലുള്ള സായുധ സേനയിലുള്ളവർ. കൂടാതെ അഴിമതി തടയുന്നതുമായി ബന്ധപ്പെട്ട വിജിലൻസ് പോലുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവരും ഈ പറഞ്ഞ പബ്ലിക് സെർവന്റിൽ വരും, അല്ലെ? കൂടാതെ പൊതുസേവനങ്ങൾക്ക് ഉത്തരവാദിയായ വ്യക്തികൾ, റവന്യൂ ഉദ്യോഗസ്ഥർ, മുനിസിപ്പൽ ജീവനക്കാർ, പോലീസ് ഓഫീസർ, ഇവരൊക്കെ പൊതുസേവനം കൊടുക്കുന്നവരാണ്. മാത്രമല്ല തിരഞ്ഞെടുപ്പ് നടത്താൻ അധികാരമുള്ള വ്യക്തികൾ, അല്ലെ? അവരും ഇതിൽ വരും. ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്, എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. കൂടാതെ ഏതെങ്കിലും പൊതു ഡ്യൂട്ടി ചെയ്യുന്നവർ, ഇത്രയും പേരാണ് പബ്ലിക് സെർവന്റിൽ വരുന്നത്. ഇതാണ് BNS ഒറ്റ ദൃഷ്ടാന്തം, ഇല്ലസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ, അത് പഠിക്കുക. ഒരു മുനിസിപ്പൽ കമ്മീഷണർ ആരാണ്? പൊതുസേവകനാണ്. ഒരു മുനിസിപ്പൽ കമ്മീഷണർ പൊതുസേവകനാണ്. ഒരു മുനിസിപ്പൽ കമ്മീഷണർ ഒരു പൊതുസേവകനാണ് എന്നാണ് പറയുന്നത്, അല്ലേ? അതോടൊപ്പം തന്നെ AZBയുടെ CPOയുടെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. സല്യൂട്ട് എന്നാണ് പേര്. വളരെ കുറഞ്ഞ ഫീസാണ്, 20% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. അതിനൊരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യണം, ഫാക്കൽറ്റി കോഡ് അനന്തു20 എന്ന ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ക്ലാസ്സിന് ജോയിൻ ചെയ്യാവും. നൽകിയിരിക്കുന്ന ഫീസിൽ നിന്നും 20% നിങ്ങൾക്ക് കുറയും. ഒറിജിനൽ BNS വെച്ചാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ അകത്ത് നിന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ, അതിന്റെ പുറത്തേക്ക് പോകത്തില്ല. എക്സാമിന് അത് മാത്രം മതിയാവും, അല്ലെ? റാങ്ക് ഫയൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിപ്പിക്കുന്ന മെറ്റീരിയൽസ് മാത്രം എടുത്താൽ മതി. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയത് ഈ ഒരു ഏരിയ ആണ്, വളരെ പ്രധാനപ്പെട്ട പബ്ലിക് സെർവന്റിന്റെ ഏരിയ ആണ്. അടുത്ത ദിവസം നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരും. ഇന്നത്തോടെ ക്ലാസ് തീരുവാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.